നിങ്ങൾ ആവശ്യപ്പെട്ടത് ഞാൻ തരുന്നു. മോളിവുഡ് പ്രേക്ഷകരെ ഞെട്ടിച്ച ഇന്ത്യൻ സിനിമയിൽ തന്നെ പല ഭാഷകളിൽ റീമേക്ക് നടത്തി എല്ലായിടത്തും മികച്ച പ്രതികരണങ്ങൾ നേടിയ സിനിമയായിരുന്നു ദൃശ്യം. ദൃശ്യത്തിലെ ക്ലാസിക് വില്ലൻ, ക്ലാസിക് നായകൻ ഒരേ ഒരാൾ തന്നെ, ജോർജ് കുട്ടി വീണ്ടും വരികയാണ്. അതിന്റെ ഔദ്യോഗിക അറിയിപ്പുമായി കഴിഞ്ഞ ദിവസം ലാലേട്ടൻ തന്റെ സോഷ്യൽ മാധ്യമങ്ങൾ വഴി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ജോർജ് കുട്ടിയുടെ മൂന്നാം വരവിന് ഒരുങ്ങുന്ന ദൃശ്യം 3യുടെ അനൗൺസ്മെന്റ്. കിളി പാറച്ച ഒന്നാം ഭാഗത്തിനും ഞെട്ടിച്ച രണ്ടാം ഭാഗത്തിനും ശേഷം മൂന്നാം ഭാഗം ഒരുങ്ങുമ്പോൾ പ്രേക്ഷകരും ലാലേട്ടൻ ആരാധകരും വമ്പൻ ആവേശത്തിലാണ്. 2013 ജീത്തു ജോസഫിന്റെ രചനയിലും സംവിധാനത്തിലും ഒരുങ്ങിയ ദൃശ്യം ഒന്നാം ഭാഗം തിയേറ്ററുകളിൽ എത്തിയത്. അതുവരെ കണ്ടുവന്ന മലയാള സിനിമയിലെ ക്രൈം ത്രില്ലറുകളെ പൊളിച്ചെഴുതിയ സമവാക്യത്തിലെത്തിയ ചിത്രം മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമാവുകയും ചെയ്തിരുന്നു. 2013 വെറും 5 കോടി ബജറ്റിലെത്തിയ ചിത്രം 63 കോടിയായിരുന്നു കളക്ഷൻ നേടിയത്. അന്ന് OTT ഇല്ലെന്നും കൂടി ഓർക്കുക. തിയേറ്ററിൽ നിന്നും മാത്രം 63 കോടി നേടിയ ചിത്രം മലയാളത്തിലെ ട്രെൻഡ് സെറ്ററായി മാറുകയും ചെയ്തു. പിന്നീട് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും സിംഹള ഭാഷയിലും എന്തിന് ചൈനീസ് ഭാഷയിലേക്ക് വരെ ദൃശ്യം റീമേക്ക് ചെയ്യുകയും ചെയ്തു. ഉലക നായകൻ വരെ ജോർജ് കുട്ടിയുടെ കഥാപാത്രമായി അഭിനയിക്കാനെത്തി. പക്ഷെ ഒരിടത്തും ലാലേട്ടന്റെ പെർഫോമൻസിനെ ഓവർകം ചെയ്യാൻ മറ്റൊരു നടനും സാധിച്ചില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. പക്ഷേ അതേസമയം മലയാളം പതിപ്പ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഹിന്ദി, തെലുങ്ക്, തമിഴ് പതിപ്പുകൾ പ്രാദേശികമായി മാത്രമായിരുന്നു വിജയം നേടിയത്. എന്നാൽ ഇക്കുറി മൂന്നാം ഭാഗം വരുമ്പോൾ കുറച്ചുകൂടി വലിയൊരു റിലീസിംഗ് സ്ട്രാറ്റജിയാണ് ദൃശ്യം ടീം പ്ലാൻ ചെയ്യുന്നത്. ആദ്യ 2 ഭാഗവും മലയാളത്തിൽ റിലീസ് ചെയ്തതിനു ശേഷമായിരുന്നു അന്യഭാഷകളിലേക്ക് റീമേക്ക് നടത്തിയതെങ്കിൽ ഇക്കുറി യാതൊരു വിധത്തിലും സസ്പെൻസ് പുറത്തുവിടാതെ ഒരേ സമയം 3 ഭാഷകളിൽ റിലീസ് ചെയ്യാനാണ് ദൃശ്യം ടീമിന്റെ പദ്ധതി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മലയാളത്തോടൊപ്പം ഹിന്ദി പതിപ്പും തെലുങ്ക് പതിപ്പും റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ദൃശ്യം ടീം. എന്നാൽ അജയ് ദേവ്ഗൺ, വെങ്കടേഷ് എന്നിവരുടെ ഡേറ്റ് പ്രശ്നങ്ങൾ കാരണം ഒരുപക്ഷെ ഷൂട്ടിംഗ് ഒരേപോലെ ഒരേ സമയത്ത് നടത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഒക്ടോബറിൽ ആരംഭിക്കുന്ന മലയാളം വേർഷൻ ഷൂട്ടിംഗ് തുടങ്ങിയ ശേഷം ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ലഭ്യത അനുസരിച്ച് ഹിന്ദി വേർഷനും തെലുങ്ക് വേർഷനും ചിത്രീകരിക്കും. പക്ഷേ റിലീസ് ഡേറ്റ് 3നും ഒരേ ദിവസം തന്നെ ആയിരിക്കുമെന്നും അങ്ങനെ എല്ലാ ഭാഷയിലുമുള്ള ദൃശ്യം ഫാൻസിന് സസ്പെൻസ് ചോരാതെ തന്നെ ചിത്രം ആസ്വദിക്കാമെന്നുമാണ് ജീത്തു ജോസഫ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകൾ പ്രകാരം ദൃശ്യം ഒന്നാം ഭാഗത്തിനും രണ്ടാം ഭാഗത്തിനെയും വെല്ലുന്ന ക്ലൈമാക്സ് ആയിരിക്കും മൂന്നാം ഭാഗത്തിനെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 2021 കോവിഡ് മഹാമാരിയിൽ മലയാളം സിനിമ പതറിപ്പോയൊരു സമയത്തായിരുന്നു OTT വഴി ദൃശ്യം രണ്ടാം ഭാഗം എത്തിയത്. ഇനി എന്ത് പറയാനാണ് എന്ന് ചിന്തിച്ചു നിന്ന പ്രേക്ഷകരുടെ ചിന്തകൾക്കപ്പുറം ഒരു മികച്ച ക്രൈം ത്രില്ലർ തന്നെ ദൃശ്യം 2 സമ്മാനിച്ചു. ഇപ്പോൾ ദൃശ്യം 3 വരുമ്പോഴും അതേ വികാരം തന്നെയാണ് എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ. എല്ലാം പറഞ്ഞില്ലേ, ഇനി എന്താണ് ജോർജ് കുട്ടിക്ക് പറയാനുള്ളത്? അല്ലെങ്കിൽ ഇനി ജോർജ് കുട്ടിക്ക് മേൽ എന്ത് പിടിയാണ് വീഴാൻ പോകുന്നത്? ഈ സംശയങ്ങൾക്കെല്ലാം വിരാമമിടാനായി മലയാളം പതിപ്പിലെ ജോർജ് കുട്ടിയും ഹിന്ദിയിലെ വിജയും തെലുങ്കിലെ രാംബാബുവും അവരുടെ കുടുംബവും പുതിയ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ പോവുകയാണ്. ഒക്ടോബർ മുതൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൊടുപുഴയിൽ ആരംഭിക്കുന്നു. കാത്തിരിക്കാം ജോർജ് കുട്ടിയുടെ ഇനിയും അറിയാത്ത നിഗൂഢ രഹസ്യങ്ങളിലേക്ക്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.